ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ട്രിഗണോമെട്രി റേഷ്യോസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ചാപ്റ്ററിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, അല്ലെ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് 8.2 ആണ്. അപ്പോൾ നമുക്ക് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 60. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലേ? സൈൻ 60 കോസ് 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 60. വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂസ് എടുത്ത് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 60യുടെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വാല്യൂ എത്രയുണ്ടാ? √3/2 ഇൻറ്റു അടുത്തത് കോസ് 30. കോസ് 30യുടെ വാല്യൂ എത്രയാണ്? കോസ് 30 √3/2 ആണല്ലേ? അപ്പോൾ √3/2 പ്ലസ് നെക്സ്റ്റ് വൺ സൈൻ 30. സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2 ഇൻറ്റു കോസ് 60. കോസിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? അതും 1/2 തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ എന്താണ്? √3 ഇൻറ്റു √3, അല്ലേ? ഡയറക്റ്റ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യുക, ഇതിനെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ √3 ഇൻറ്റു √3 എന്ത് കിട്ടും നമുക്ക്? ആൻസർ 3 എന്ന് കിട്ടും. ഓക്കെ, ഓൾറെഡി പറഞ്ഞു √x ഇൻറ്റു √x. ആൻസർ എന്താണ്ട? എക്സ് ആണ്. അതുപോലെ 2 ഇൻറ്റു 2 എന്താണ്ട? 4 പ്ലസ് 1 ഇൻറ്റു 1 1 ബൈ 2 ഇൻറ്റു 2 എന്താണ്? 4. അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്യുക. 3 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? ആൻസർ 4/4 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ എന്താണ്ട? 1. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 tan സ്ക്വയർ 45 പ്ലസ് കോസ് സ്ക്വയർ 30 മൈനസ് സൈൻ സ്ക്വയർ 60. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയേ, 2 ഇൻറ്റു tan 45ൻ്റെ വാല്യൂ എത്രയുണ്ടാ? 1, അല്ലേ? അപ്പോൾ 1 സ്ക്വയർ പ്ലസ് കോസ് 30. കോസ് 30യുടെ വാല്യൂ എത്രയുണ്ടാ? √3/2. അപ്പോൾ √3/2 ഓൾ സ്ക്വയർ മൈനസ് സൈൻ 60. സൈൻ 60 വാല്യൂ എത്രയുണ്ടാ? സൈൻ 60. അതും എന്ത് തന്നെയാണ്? √3/2 ഓൾ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ നോക്കട്ടെ, ഇവിടെ ഇത് രണ്ടും ഒരേ സാധനം. √3/2 ഓൾ സ്ക്വയറിൽ നിന്ന് √3/2 ഓൾ സ്ക്വയർ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? അത് 0. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. ബാക്കി 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ടാ? 2 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്ടാ? കോസ് 45 സീക്ക് 30 പ്ലസ് കൊസീക്ക് 30. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് കോസ് 40. എല്ലാത്തിൻ്റെ വാല്യൂ പഠിച്ചു വയ്ക്കാം. എന്താണ് കോസ് 45? കോസ് 40ൻ്റെ വാല്യൂ എന്താ? കോസ് 45 എന്ന് പറയുന്നത് എന്താണ്? 1/√2. അതായി. സീക്ക് 30 ചോദിച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കോസ് 30 എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് കോസ് 30? കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? √3/2 ആണ്. ആര്? കോസ് 30. അപ്പോൾ അതിനെ തലയിരിക്കും. അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്ടാ? 2/√3, അല്ലേ? അതാണ് ആര്? സീക്ക് 30. അപ്പോൾ സീക്ക് 30 എന്ന് പറയുന്നത് എന്താണ്? 2/√3. ഇനി കൊണ്ട് കൊസീക്ക് 30. കൊസീക്ക് 30 വെച്ചാൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? സൈൻ 30 എടുക്കുക. സൈൻ 30 എന്ന് പറയുന്നത് എന്താണ്ടാ? 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊസീക്ക് 30 എന്താണ്? കൊസീക്ക് 30 എന്ന് പറയുമ്പോൾ 2/1, അതായത് 2 ആണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമ്മുടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ കോസ് 40ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്ടാ? 1/√2. താഴെ സീക്ക് 30യുടെ വരെ എത്രയാണ്? 2/√3 പ്ലസ് കൊസീക്ക് 30യുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. നമുക്ക് 2നെ 2/1 എന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ബൈ താഴെ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 1 2 പ്ലസ് √3 ഇൻറ്റു 2 എന്താണ് ആൻസർ? 2√3 ബൈ √3 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു എന്താണ്ടാ? √3. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് 1/√2 അങ്ങനെ എഴുതിയതിന് ശേഷം എങ്ങനെയാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷൻ്റെ എന്തെടുക്കുക? റെസിപ്രോക്കൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് താഴെയുള്ള ഫ്രാക്ഷൻ ഏതാണ്ട് 2 + 2√3/√3 ആണ്, അല്ലേ? അതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എന്തായിട്ട് മാറും? അത് √3/2
2 plus 2 root 3 എന്നാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു നോക്കിയാൽ 1 into root 3. 1 into root 3 എന്താ 1 into root. ഇതിനെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ 1 into root 3 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ് റൂട്ട് 3. റൂട്ട് 3 ബൈ ഇനി റൂട്ട് 2 കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ 2 plus 2 root 3 എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ ആൻസർ റൂട്ട് 3 ബൈ റൂട്ട് 2 into 2. റൂട്ട് 2 into 2 എന്താണ്ടാ റൂട്ട് 2 into 2 ആൻസർ എന്താണ് 2 root 2. 2 root 2 പ്ലസ് അടുത്ത് എന്ത് ചെയ്യണം റൂട്ട് 2 into 2 root 3 ആൻസർ എന്ത് കിട്ടും ആൻസർ പറഞ്ഞേ റൂട്ട് 2 into അവിടെ 2 അവിടെ തന്നെ കിടക്കട്ടെ. റൂട്ട് 2 into root 3 എന്ത് കിട്ടണം ആൻസർ റൂട്ട് 2 into root 3 ആൻസർ എന്താണ് റൂട്ട് 6 എന്ന് കിട്ടുന്നുണ്ട്. റൂട്ട് 6 എന്ന് കിട്ടും. സോ ആൻസർ 2 root 6 എന്ന് കിട്ടി. ഇനി പൊതുവേ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാൻ പാടില്ല റൂട്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് 3 അങ്ങനെ തന്നെ ഉണ്ട്. താഴെ 2 root 2 plus 2 root 6 അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ അതായത് നടുക്ക് പ്ലസ് ആണെങ്കിൽ അതിൻ്റെ മൈനസ് 2 root 2 മൈനസ് 2 root 6 കൊണ്ട് എന്ത് ചെയ്യണം മുകളിലും താഴെ ഇൻറ്റു ചെയ്യണം. താഴെ മാത്രം ഇൻറ്റു ചെയ്തിട്ട് കാര്യമില്ല മുകളിലും നമ്മൾ എന്ത് ചെയ്യണം അത് ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും നോക്കാം. ഇസ് ഈക്വൽ ടു മുകളിൽ അങ്ങനെ നിൽക്കട്ടെ റൂട്ട് 3 into 2 root 2 മൈനസ് 2 root 6 അങ്ങനെ നിൽക്കട്ടെ. താഴെ എന്ത് വരും നോക്കിക്കേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആൻസർ എന്താണ്ടാ എ സ്ക്വയർ. എക്ക് വരെ കിടക്കുന്നവരാണ് 2 root 2 അപ്പോൾ സ്ക്വയർ മൈനസ് ബിക്ക് വരാനാണ് 2 root 6 എന്താണ് സ്ക്വയർ അല്ലേ. അതിൽ ഈ ഒരു സ്ക്വയർ അകത്തേക്ക് കൊടുക്കണം 2-നും കൊടുക്കും റൂട്ട് 2-നും കൊടുക്കും. അതുപോലെ ഈ സ്ക്വയർ 2-നും കൊടുക്കും റൂട്ട് 6-നും കൊടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ ഇതിനെ അകത്തോട്ട് ഇൻറ്റു ചെയ്യണേ. റൂട്ട് 3 into 2 root 2 എന്ത് കിട്ടും ആൻസർ 2 root 6 2 root 6 എന്ന് കിട്ടും. മൈനസ് അടുത്ത റൂട്ട് 3യെ 2 root 6 ആയിട്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 2 root 18 എന്ന് കിട്ടും. 2 root 18 ബൈ ഈ സ്കോർ അത് 2ൻ്റെ സ്കോർ എന്താവൂടാ 4 into റൂട്ട് 2ൻ്റെ സ്കോർ എന്താവും 2 ആവും. മൈനസ് ഇവിടെയും 2ൻ്റെ സ്കോർ എന്താണ് 4 ആണ്. റൂട്ട് 6ൻ്റെ സ്കോർ എന്താവൂടാ 6 ആവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 root 6 മൈനസ് 18 നമുക്കൊന്ന് ഫാക്ടറൈസ് നോക്കാം. 18 ഫാക്ടറൈസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 2 വെച്ച് ക്യാൻസൽ 9 9 3 വെച്ച് ക്യാൻസൽ 3 3 3 വെച്ച് ക്യാൻസൽ 1 നമുക്ക് ഇതിൻ്റെ 3 പുറത്തെടുക്കാം അല്ലേ. സോ അതിൻ്റെ ആൻസർ പുറത്തെടുത്ത 3 ഔട്ട് ചെയ്യും. 2നെ പെയർ ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ എന്ത് ചെയ്യും റൂട്ടിനകത്ത് ഇട്ടേക്കും 3 root 2. ഇവിടെ ഒരു 2 ഉണ്ട് കേട്ടോ സോറി ഞാൻ എഴുതാൻ വിട്ടുപോയി. ഒരു 2 ഉണ്ട് 2 into നമുക്ക് എങ്ങനെ എഴുതാം 3 root 2 എന്ന് എഴുതാം. ബൈ താഴെ 4 into 2 എന്താണ്ടാ 8 മൈനസ് 4 into 6 എന്താണ് 24. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം ബാക്കി ഇതിന് മുകളിൽ 2 ടേമിൽ ആരുണ്ട് 2 കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2നെ എന്ത് ചെയ്യാം കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ റൂട്ട് 6 അങ്ങനെ തന്നെ ഉണ്ടാവും. മൈനസ് 2 into 3 root 2-ൽ നിന്ന് ഞാൻ 2നെ പുറത്തെടുത്തു. പിന്നെ ബാക്കി അവിടെ ആരേ ഉള്ളൂ 3 root 2 ബൈ 8 മൈനസ് 24 ആൻസർ എത്ര എന്താ മൈനസ് 18 ആണ്. അപ്പോൾ ഈ 2ഉം 18 ക്യാൻസൽ ചെയ്ത് നമുക്കിവിടെ എന്ത് കിട്ടും 9 എന്നുള്ള ആൻസർ കിട്ടും അല്ലേ. സോറി അവിടെ എന്താണ് 8 മൈനസ് 24 എന്താണ്ടാ 16 അല്ലേ മൈനസ് 16 അല്ലേ. അപ്പോൾ ക്യാൻസൽ കിട്ടുന്ന ആൻസർ എന്താണ് 8 ആണ് -8 ആണ് -8. വീണ്ടും ഒരു താഴത്തെ മൈനസിനെ കളയാനായിട്ട് മുകളിൽ നമുക്കൊരു മൈനസിനെ കൂടെ എന്ത് ചെയ്യാം എക്സ്ട്രാ പുറത്തെടുക്കാം. അപ്പോൾ -3 root 2 എന്താവും +3 root 2 ആവും. പ്ലസ് റൂട്ട് 6 എന്താവൂടാ മൈനസ് റൂട്ട് 6 ആവും. താഴെ -8 മൈനസ് മൈനസൂടെ ക്യാൻസൽ ചെയ്യാം. സോ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടുന്നത് എങ്ങനെ കിട്ടും 3 root 2 മൈനസ് റൂട്ട് 6 ഓൾ ഡിവൈഡ് ബൈ 8 എന്നുള്ള ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ എന്താണ് ഫൈനൽ ആൻസർ. അവിടെ അതിൽ 4th ക്വസ്റ്റ്യൻ നോക്കിയേ sin 30 plus tan 45 minus cosec 60 all divided by sec 30 plus cos 60 plus cot 45 വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ നമുക്കത് എഴുതാം sin 30
അല്ലേ? സൈൻ 30 പ്ലസ് ടാൻ 45 മൈനസ് കൊസീക് 60 all divided by sec 30 plus cos 60 plus cot 45. That is equal to sin 30. Sin 30 വാല്യൂ എത്ര എന്താ? 1/2 അല്ലേ? അപ്പോൾ 1/2 പ്ലസ് ടാൻ 45 വാല്യൂ 1 മൈനസ് കോസി 60 വാല്യൂ എത്ര എന്താ? 2/√3 അല്ലേ? 2/√3 ബൈ സീക് 30 വാല്യൂ എത്രയാണ്? 2/√3 പ്ലസ് കോസ് 60 വാല്യൂ എത്ര എന്താ? 1/2 പ്ലസ് കോട്ട് 45 വാല്യൂ എത്ര എന്താ? 1. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്? അങ്ങനെ അതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് ഒരു ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് കൊണ്ട് എന്ത് ചെയ്യണം? എത്തിക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? LCM മെത്തേഡാണ്. അതായത് ഡിനോമിനേറ്റർ 1 നമുക്ക് ചേഞ്ച് ചെയ്യാം. 1 നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്താം? 1 നമുക്ക് 1/1 എന്ന് എഴുതാം. ഇവിടെയും 1/1 എന്ന് എഴുതാം. ഇപ്പോൾ 2-ൻ്റെയും 1-ൻ്റെയും √3യുടെ LCM എന്ന് പറഞ്ഞാൽ ആരാണ്? 2√3 ആണ് അല്ലേ? ഏതാണ്ട് 2√3. ഇപ്പോൾ 2√3 അല്ലേ? 2√3 എന്ത് ചെയ്യുക? നിങ്ങൾ ഡിനോമിനേറ്റർ എഴുതുക. ഈ 2√3 കൊണ്ട് എല്ലാത്തിനെയും ഇൻറ്റു ചെയ്യുക. അതായത് 2√3 കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2-നോട് വെട്ടിപ്പോയിട്ട് നമുക്ക് ആര് വരും? √3 വരും. പ്ലസ് ഈ 2√3 നമുക്ക് ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യാം? 1 കൊണ്ട് ഇൻറ്റു ചെയ്യും അല്ലേ? മുകളിലത്തെ ന്യൂമറേറ്റർ 1 അല്ലേ? അപ്പോൾ ആൻസർ 2√3. അടുത്തത് 2√3 നമുക്ക് അടുത്ത ആരോട്ട് ഇൻറ്റു ചെയ്യാം? 2/√3 ആയിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ √3 ക്യാൻസൽ, 2 എന്താണ്? 4. അപ്പോൾ +4. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഡിനോമിനേറ്ററിൽ ഇതേ കാര്യം ചെയ്യണം. √3യുടെയും 2-ൻ്റെയും 1-ൻ്റെയും LCM ആര് തന്നെയാണ്? 2√3 തന്നെയാണ്. അപ്പോൾ 2√3 കൊണ്ട് ആദ്യം നിങ്ങൾ ഇൻറ്റു ചെയ്യേണ്ട ഇവിടെ ആരെയാണ്? 2/√3. √3 ആൻഡ് √3 ക്യാൻസൽ. ദെൻ ഫൈനൽ ആൻസർ എന്താണ്? 4 പ്ലസ് അടുത്തത് എന്ത് ചെയ്യണം? 2√3 കൊണ്ട് എന്ത് ചെയ്യണം? 2√3 കൊണ്ട് 1/2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? √3 എന്ന് കിട്ടും. സോ 4 പ്ലസ് √3 അടുത്തത് പ്ലസ് അടുത്ത 2√3 എന്ത് ചെയ്യണം? 1/1 എന്ന് പറഞ്ഞാൽ 1 അല്ലേടാ? അതുകൊണ്ട് ഇന്ത്യ നമുക്ക് ആരെ തന്നെ കിട്ടും? 2√3 തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ആരുണ്ട്? മുകളിലത്തെ ഫ്രാക്ഷനിലും താഴത്തെ ഫ്രാക്ഷനിലും ഡിനോമിനേറ്ററായിട്ട് ആര് തന്നെ ഉണ്ട്? 2√3 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ എന്താണ്? √3 പ്ലസ് 2√3 പ്ലസ് 4/4 പ്ലസ് √3 പ്ലസ് 2√3. നമുക്ക് ഈ √3യും 2√3 ആഡ് ചെയ്തുകൂടെ? അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 3√3 പ്ലസ് 4 ഓൾ ഡിവൈഡ് ബൈ ഇവിടെയും √3 പ്ലസ് 2√3 എന്ത് കിട്ടും നമുക്ക് ആൻസർ? 3√3 പ്ലസ് 4. എടാ എവിടെയും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. മുകളിലത്തിൽ ഇവിടെ മൈനസ് ആയിരുന്നു അല്ലേ? മിസ്റ്റേക്ക് പറ്റിപ്പോയി അവിടെ, സോറി. അതിവിടെ മൈനസ് ആണല്ലേ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ആൻസറിൽ ചേഞ്ച് വരും. എങ്ങനെ വരും? √3 പ്ലസ് 2√3 4√3 തന്നെയാണ്. ഇവിടെ പ്ലസ് അല്ലടാ, മൈനസ് ആണേ. മുകളിൽ മൈനസും താഴെ പ്ലസും വരും. ഇങ്ങനെയാണ് ആൻസർ മാറി വരുന്നത്. എഴുതി ചെയ്തപ്പോൾ തെറ്റിപ്പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? 3√3 പ്ലസ് 4 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതെടുക്കുക. എന്താണ്? 3√3 മൈനസ് 4 കൊണ്ട് എന്ത് ചെയ്യണം? മുകളിലും താഴെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ മുകളിൽ എന്താവും? മുകളിൽ 3√3 പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്നാവും. കാരണം ഇവിടെ ആകെ തെറ്റ് പറ്റി പോവുകയാണല്ലോ. 3√3 മൈനസ് 4 ഹോൾ സ്ക്വയർ ആണ് കേട്ടോ മുകളിൽ. ബൈ താഴെയാണെങ്കിലോ a+b ഇൻറ്റു a-b. ആൻസർ എന്തായിരിക്കും? a² മൈനസ് b². സാറിന് ശ്രദ്ധയില്ലല്ലേ? എവിടേക്കും ശ്രദ്ധ മാറിപ്പോകുന്നു എൻ്റെ. അപ്പോൾ മുകളിലുള്ളത് എന്താണ്? ന്യൂമറേറ്ററിലുള്ളത് ഇപ്പോൾ എന്താണ്? a-b ഹോൾ സ്ക്വയർ ഫോർമാറ്റാണ്. അതായത് a², എക്ക് പകരം 3√3 ഹോൾ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എക്ക് വരാണ്ട 3√3 ഇൻറ്റു ബിക്ക് വരാണ്ട് ബിക്ക് പകരം
4 പ്ലസ് ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ, ഓൾ ഡിവൈഡ് ബൈ, ഇതിൽ സ്ക്വയർ നമ്മൾ 3ക്കും കൊടുക്കും റൂട്ട് 3ക്കും കൊടുക്കും. 3യുടെ സ്ക്വയർ 9 ഇൻറ്റു റൂട്ട് 3യുടെ സ്ക്വയർ 3 ആണല്ലേ, മൈനസ് 4 സ്ക്വയർ 16. ദെൻ ഇവിടെയും ഈ സ്ക്വയർ നമ്മൾ 3ക്കും കൊടുക്കും റൂട്ട് 3ക്കും കൊടുക്കും. അപ്പോൾ 3യുടെ സ്ക്വയർ എന്താണ്ടാ 9 ഇൻറ്റു റൂട്ട് 3യുടെ സ്ക്വയർ 3 മൈനസ് 2 ഇൻറ്റു 3 6 റൂട്ട് 3, അവിടെ ഒരു 4 ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അത് ഇൻറ്റു ചെയ്യാൻ വിട്ടുപോയി, നമുക്കതുകൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പോവാം. 2 ഇൻറ്റു 3 ഇൻറ്റു 4, 2 ഇൻറ്റു 3 6 ആണ്, 6 ഇൻറ്റു 4 24 റൂട്ട് 3 പ്ലസ് 4 സ്ക്വയർ 16 ആണ്. 9 ഇൻറ്റു 3 എത്രയുണ്ട 27 മൈനസ് 16, ദാറ്റ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 3 27 മൈനസ് 24 റൂട്ട് 3 പ്ലസ് 16 ബൈ 27 മൈനസ് 16 എത്രയുണ്ട് ആൻസർ 11 ആണ് അല്ലേ, എത്രയുണ്ട 11, ദാറ്റ്സ് ഈക്വൽ ടു 27 പ്ലസ് 16 എത്ര കിട്ടും 27 37 43 അല്ലേ, 43 മൈനസ് 24 റൂട്ട് 3 ബൈ 11 എന്നുള്ള ആൻസർ കിട്ടും. ഇവിടെ 8.2 ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 5th സബ് ക്വസ്റ്റ്യൻ ചെയ്യാം നോക്കിയേ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, 5 കോസ് സ്ക്വയർ 60 പ്ലസ് 4c സ്ക്വയർ 30 മൈനസ് ടാൻ സ്ക്വയർ 45 ബൈ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30. ഞാൻ ഡാറ്റ എന്താണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, വേറെ ഒന്നും ചെയ്യുന്നില്ല, ഡാറ്റ ചെയ്ത് പോവുകയാണ്. 5 ഇൻറ്റു കോസ് 60, ഇവിടെ നിങ്ങളുടെ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കോസ് 60 വാല്യൂ എത്രയാണ് 1/2 ആണ്. അപ്പോൾ 1/2 ഓൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു സീക്ക് 30, ഇവിടെ സീക്ക് 30 എത്രയുണ്ട 2/√3, അപ്പോൾ 2/√3 ഓൾ സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ 45, ടാൻ 45 വാല്യൂ 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ 30 പ്ലസ് കോസ് സ്ക്വയർ 30, ഇവിടെ സൈൻ 30 വാല്യൂ എത്രയുണ്ട 1/2, അപ്പോൾ 1/2 ഓൾ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 30, കോസ് 30 വാല്യൂ എത്രയുണ്ട √3/2 അല്ലേ, √3/2 ഓൾ സ്ക്വയർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1/2 ഓൾസോ, ഈ സ്ക്വയർ നമ്മൾ 1നും കൊടുക്കും 2നും കൊടുക്കും അല്ലേ, അപ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയുണ്ട 1ഉം 2ൻ്റെ സ്ക്വയർ 4ഉം ആണ്, പ്ലസ് 4 ഇൻറ്റു ഇവിടെയും സ്ക്വയർ നമ്മൾ 2നും √3ക്കും കൊടുക്കും, 2ൻ്റെ സ്ക്വയർ എത്രയാണ് 4ഉം √3യുടെ സ്ക്വയർ എന്താണ്ട 3ഉം ആണ്, മൈനസ് 1 സ്ക്വയർ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, തൽക്കാലം ഞാൻ 1/1 എന്ന് എഴുതുകയാണ്. ഓൾ ഡിവൈഡ് ബൈ താഴെ ഈ സ്ക്വയർ നമ്മൾ 1നും 2നും കൊടുക്കും, അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1ഉം 2ൻ്റെ സ്ക്വയർ 4, പ്ലസ് ഇവിടെയും ഈ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും √3ക്കും 2നും കൊടുക്കും, അപ്പോൾ √3യുടെ സ്ക്വയർ എത്രയുണ്ട 3ഉം 2ൻ്റെ സ്ക്വയർ എത്രയാണ് 4ഉം ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ 5/4 പ്ലസ് അടുത്ത 4 ഇൻറ്റു 4 16/3 മൈനസ് 1/1, താഴെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക 1 + 3. അതിന് ആൻസർ 1 ആയി പോകും കേട്ടോ. നമ്മൾ ഐഡൻറ്റി പഠിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഐഡൻറ്റി അവിടെ യൂസ് ചെയ്യാതെ നമ്മൾ പോകുന്നത്. തൽക്കാലം ഇങ്ങനെ ചെയ്ത് പോവുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 5/4. ഒരു കാര്യം ചെയ്യാം, മുകളിൽ എന്ത് ചെയ്യാം, അങ്ങ് LCM എടുത്ത് അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം ഇൻറ്റു ചെയ്യാം, അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ അല്ലേ. അപ്പോൾ 4ൻ്റെ 3യുടെ LCM എത്രയാണ് 12 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 12 അതുപോലെ എഴുതുക, ഡിനോമിനേറ്റർ 12 എഴുതുക, 12 കൊണ്ട് എല്ലാ ഫ്രാക്ഷനും ഇൻറ്റു, അപ്പോൾ 12 ഇൻറ്റു 5/4, 12 ഇൻറ്റു 5/4 എന്ത് കിട്ടും 3 ഇൻറ്റു 5 15 അല്ലേ. അപ്പോൾ 15 പ്ലസ് അടുത്തത് ഈ 12 കൊണ്ട് 16/3 ഇൻറ്റു ചെയ്യുക, അപ്പോൾ 3യും 12 കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും 4 എന്ന് കിട്ടും. സോ 4 ഇൻറ്റു 16 ആൻസർ 48. സോ 48 മൈനസ് അടുത്ത എന്ത് ചെയ്യുക 12 കൊണ്ട് 1/1 ഇൻറ്റു ചെയ്ത് നമുക്ക് എന്ത് തന്നെ കിട്ടും
12 എന്ന് തന്നെ കിട്ടുമല്ലേ. അപ്പോൾ -12 ബൈ താഴെ 1 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/4. ക്യാൻസലായി പോകുമ്പോൾ 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഡിനോമിനേറ്റർ പാർട്ട് ഈ ഒരു പാർട്ടില്ല, ഈ ഒരു പാർട്ട് 1 ആയിപ്പോയി. ഇനി ആ സംഭവമേ അവിടെ ഇല്ല. ഇനി ഇതെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് മൈനസ് ചെയ്തൊക്കെ എടുക്കുക അല്ലേ. അപ്പോൾ 15 + 48 - 12 എത്രയാണ് ആൻസർ? 36/12. ദെൻ 15 + 36 അല്ലേ, എന്താണ് 36, 41, 51. 51/12 എന്നുള്ള ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ. എടാ വീണ്ടും ഒരു അബദ്ധം കൂടെ ചെറുതായിട്ട് പറ്റി. ഇന്ത്യയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് 12 × 16/3 ഞാൻ സോറി. ഇവിടെ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. ദെൻ 4 × 16 ആൻസർ 64 ആണ് കേട്ടാ. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. വീണ്ടും സോറി കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ ശ്രദ്ധ എന്താണ് ഇവിടെയൊന്നുമല്ല. അപ്പോൾ 64 ഇത് 12 പോയി എത്രയാണ്? 64, 54, 54, 52. 15 പ്ലസ് എന്താണ്? 52. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ 67/12 എന്ന് പറയുന്നൊരു ആൻസറാണ് കിട്ടേണ്ടത്. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലംസ് എല്ലാം എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.